എന്താ വരാത്തെ? എത്ര ദിവസമായി ഞാൻ ബാപ്പയെ കണ്ടിട്ട്. വരും മോനെ, മോന്റെ ബാപ്പ വരും. വരും എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുക. ഇന്ന് ബാപ്പ വന്നിട്ടേ ഞാൻ ഉറങ്ങൂ. എനിക്ക് ബാപ്പയോടൊപ്പം ഉറങ്ങിയാ മതി. മോൻ ഉറങ്ങിക്കോ, ബാപ്പ വരുമ്പോ ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ ബാപ്പ വന്നിട്ട് ഉറങ്ങൂ. എനിക്ക് ബാപ്പയോടൊപ്പം ഉറങ്ങിയാ മതി. എന്റെ മോൻ ഇങ്ങനെ ശാഠ്യം പിടിക്കല്ലേ. ഉമ്മ, മോന് താരാട്ട് പാടിത്തരാ. വേണ്ടെന്നല്ലേ പറഞ്ഞേ? റബ്ബേ, ഞാൻ എന്ത് പറഞ്ഞ ഈ കുട്ടിയെ ഒന്ന് സമാധാനപ്പെടുത്തുക. എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല. റബ്ബേ, ഈ ദേശത്തിലെ അമ്മമാരൊക്കെ സ്വന്തം മക്കൾക്ക് എന്റെ ഭർത്താവിന്റെ കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കുമ്പോ സ്വന്തം മകനെ ഉറക്കാൻ ആ കഥ പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്താ ഞാൻ എന്റെ കുട്ടിയോട് പറയേണ്ടത്? സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒടുവിൽ തൂക്കുകയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ എന്റെ മോന്റെ ബാപ്പ ഊഴം കാത്ത് കഴിയാടുന്നു. ഉമ്മ എന്താ പറഞ്ഞേ? എന്റെ ബാപ്പ മോനെ, പാടിയുറക്കുവാനും കഥകളിൽ ഉണരുവാനും, പാട്ടുപാടിയുറക്കുവാനും കഥകളിൽ ഉണരുവാനും, ൂക്കു നൽകിയ ഭൂതകാല വിശിഷ്ട സമ്മാനം, ൂക്കു നൽകിയ ഭൂതകാല വിശിഷ്ട സമ്മാനം, വിശിഷ്ട സമ്മാനം. മരിക്കേണ്ടി വന്നതിൽ ദുഃഖം തോന്നുന്നുണ്ടോ മിസ്റ്റർ പീർ മുഹമ്മദ്? ഇല്ല, രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ രക്ഷപ്പെടണമെന്ന് തോന്നുന്നുണ്ടോ? ജീവൻ നിലനിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ചില ദുർബല നിമിഷങ്ങളുണ്ടാവാം. ജീവിതത്തിൽ ആത്മാഹുതി ചെയ്യണമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളും. ഇതിൽ രണ്ടാമത്തേതാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് കണ്ണുകൾ ഈറനണിഞ്ഞിരിക്കുന്നത്? പിതാവിന്റെ നെഞ്ചിന്റെ ചൂട് പകർന്നു കിട്ടിയില്ലെങ്കിൽ ഉറങ്ങില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന എന്റെ മകന്റെ മുഖം ഞാനൊന്ന് ഓർത്തുപോയി. എന്റെ കണ്ണുകളിൽ നിങ്ങൾ കണ്ട നനവ് അതാവാം. സാർ, നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലാം, എന്നെപ്പോലെ പോരാളികളായ പലരെയും. പക്ഷേ ഒരു കൊലമരത്തിനും നിങ്ങൾ വിധിക്കുന്ന മരണത്തിനും ഞങ്ങളുടെ ആദർശത്തെയും രാജ്യസ്നേഹത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവരുടെ ചോരയിൽ നിന്നും 1000 ധീരന്മാർ ഇവിടെ ജനിക്കും. കടൽ കടന്നെത്തിയ വെള്ളപ്പട്ടികളുടെ അന്ത്യം വരെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഭാരത് മാതാ കീ ജയ്.
ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. നിവർന്നു നിൽക്കുന്നെങ്കിൽ സ്വന്തം നട്ടിൽ നിന്റെ കരുത്തിൽ. നിവർന്നു നിൽക്കുന്നെങ്കിൽ സ്വന്തം നട്ടിൽ നിന്റെ കരുത്തിൽ. കുതികൊള്ളുകയാണെങ്കിൽ സ്വന്തം നെഞ്ചിൻ ചൂട്ടുവെളിച്ചത്തിൽ. കുതികൊള്ളുകയാണെങ്കിൽ സ്വന്തം നെഞ്ചിൻ ചൂട്ടുവെളിച്ചത്തിൽ. രക്ഷകനെ കാത്തലയുന്നവരെ രക്ഷയകത്തു വസിക്കുന്നു. രക്ഷകനെ കാത്തലയുന്നവരെ രക്ഷയകത്തു വസിക്കുന്നു. രക്ഷയകത്തു വസിക്കുന്നു. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. ഇല്ലവരില്ല മഹാത്മാക്കൾ കുലവില്ലു കുലച്ചു ജയിപ്പിക്കാൻ. പൊട്ടിച്ചിതറിയ വെണ്മകൾ വീണ്ടും നൂലായി നൂറ്റു പരത്തുമ്പോൾ ശതകോടികളാൽ ചിതറിയ നാടിൻ ജനതയൊന്നിച്ചുണരുന്നു. പൊട്ടിച്ചിതറിയ വെണ്മകൾ വീണ്ടും നൂലായി നൂറ്റു പരക്കുമ്പോൾ ശതകോടികളാൽ ചിതറിയ നാടിൻ ജനതയൊന്നിച്ചുണരുന്നു. പുതിയൊരു കേരളവും പുതുപുത്തൻ ഭാരതവും പുതുലോകവുമാ നമ്മുടെ സ്വപ്ന തടങ്ങളിൽ നിന്നും അരുളിമ പൂണ്ടൊരു പൊൻപുലരി. പുതിയൊരു കേരളവും പുതുപുത്തൻ ഭാരതവും പുതുലോകവുമാ നമ്മുടെ സ്വപ്ന തടങ്ങളിൽ നിന്നും അരുണിമ പൂണ്ടൊരു പൊൻപുലരി. അരുണിമ പൂണ്ടൊരു പൊൻപുലരി. അരുണിമ പൂണ്ടൊരു പൊൻപുലരി. ഝാൻസി റാണി തൊടുത്തുവിട്ടത് പോരാട്ടത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളായിരുന്നു. പോരാളിക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ പിച്ചിച്ചീന്തപ്പെട്ട മറ്റൊരു സ്ത്രീ രക്തസാക്ഷി സാവിത്രി ദേവി. അവരുടെ പിടച്ച് എനിക്ക് നോവാവുന്നു. ദേശസ്നേഹ ഭക്തകവി അജ്മുല്ല ഖാൻ. തോലുകൾ പച്ചക്കുരിച്ച് പന്നി നെയ്യ് പുരട്ടി ബ്രിട്ടീഷ് കാപാലികർ ആ മഹാത്മാവിനെ ചുട്ടുകൊന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ അക്ഷരങ്ങൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു. എല്ലാ രക്തസാക്ഷിത്വവും ഈ മണ്ണിനു വേണ്ടി. ബ്രിട്ടീഷ് പാളയത്തിൽ പോലും ഇന്ത്യൻ ചുണക്കുട്ടികൾ ആഞ്ഞടിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ഭടന്മാരെ കറുത്ത പട്ടികളെന്ന് വിളിച്ച വില്യം കൈസർ പൈലിയെ വെടിവെച്ചു കൊന്ന യുവാവ് മദൻലാൽ ഖിംഗ. ഓർമ്മ പദങ്ങളിൽ ആ ദേശാഭിമാനി ജ്വലിച്ചു നിൽക്കുന്നു. ഭാരതീയം എന്ന ഈ മെഗാ ഡ്രാമാറ്റിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക.